എന്തും ചെയ്യും വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മളുടെ 4ാമത്തെ വീഡിയോ ആണ്. നമ്മളിതൊരു ജസ്റ്റ് നമ്മളെ നാട്ടിലുള്ള ഒരു വൈബ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ ഒരു, പിന്നെ എൻ്റെ ഡോറയില്ല എൻ്റെ പട്ടി, അവരാളും കൂടിയിട്ട് ജിംബ്രൂട്ടൻ. പിന്നെ ഓൻ കുറച്ച് സൈക്കോആണ്, ഓനെ വിട്ട് കഴിഞ്ഞാൽ ഓൻ ചിലപ്പോൾ മല കയറിയിൽ എവിടെയെങ്കിലൊക്കെ പോയി കളയും. അതുകൊണ്ട് ഓനെ ഇറക്കിയിട്ടില്ല. ഞാൻ ഇന്ന് ഡോറേനെയും കൂട്ടിയിട്ടാണ്. ഡോറേൻ്റെ വിശേഷങ്ങളെ നമുക്ക് ഇതിലൂടെ കാണാം. ഓളെ എങ്ങനെയാണ് എന്താ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അവളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മളുടെ 4ാമത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോം വീഡിയോ ആണ് കാണിക്കുന്നത്. ഹോം വീഡിയോ അല്ല, നമ്മളുടെ ഒരു ഡോഗിൻ്റെ പേര് ഡോറ. നോട്ടം കണ്ടോ? വൈകുന്നേരം ഏകദേശം 5 മണിയായി. അപ്പോൾ പുറത്തിറക്കാനുള്ളൊരു നോട്ടായി നോക്കുന്നത്. മോളെ പോകാം, നമുക്ക് കുന്നുമ്മൽ പോകാം. കുന്നുമ്മൽ പോകാന്ന് പറഞ്ഞാൽ ഇനി ചുറ്റലാണ്. ഫുള്ള് കൂടടക്കം ഫുള്ള് ചുറ്റലായിരിക്കും. പോകാം പോകാല്ലേ? കൊണ്ടോണ്ടിക്കല് നീ എനിക്കൊരു ഷെയ്ക്കാൻ്റെ തരണം. ഈ സമയത്തൊന്നും ഷെയ്ക്കാണ്ടൊന്നും തരൂല, അത് വേറെ കാര്യം അല്ലേ? ഒരു ഷെയ്ക്കാണ്ട് തരുമോ? ഒന്നുപോലെ പോവാ. പോകാലോ, കം. കൂടൊക്കെ തുരുമ്പിച്ചിന്, കൂടൊക്കെ ചെറുങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കുറേ ദിവസമായി പെയിന്റ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇനി ഈ കൂട് പുതിയതായിട്ട് മാറ്റിലേ നടക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ അടിയിലൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. പിന്നെ പോകാല്ലേ ഉറപ്പി? പോയാലും നീ ഓടിക്കളയുക. ഞാൻ ലീശൊന്നും എടുത്തിട്ടില്ല. നീ പോയി കഴിഞ്ഞാൽ ഓടരുതേ, ഓടിക്കളയരുത്. എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കേട്ടിനാ? ഓടിക്കളയരുത്, ഓടരുത്. ആ എവിടെയാ ഓടേണ്ടത് നോക്കുന്ന? ഓടരുത് മോളെ, ഓടരുതേ. എവിടെയാ ഓടേണ്ടത് നോക്കുന്ന? 1 മോനെ പോയി. ഇങ്ങോട്ട് വാ. നല്ല ഓട്ടം. ഓടുന്ന ഓട്ടം നോക്ക്. എടാ നിക്കടി മോളെ, ഇങ്ങോട്ട് വാ. നിന്നെ നിർത്തണ്ടിക്കുള്ള ഓപ്ഷൻ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങ് വാ. 1 വേണ്ട, ഇവളെ നിർത്തണ്ടിക്കുള്ള ഓപ്ഷൻ എൻ്റെ അടുത്തുണ്ട് മോനെ. 1 2 ഡോറേൻ്റെ നോട്ടം നോക്കിയേ. 1 2 3 കണ്ട, ഇവളെ നിർത്താനുള്ള ഓപ്ഷനാണിത്. ഇവളെ എപ്പോഴും ഞാൻ മയക്കുന്നൊരു ഓപ്ഷനാണിത്. എവിടെയെങ്കിലും ഓടാൻ പോയി അന്നേരം പണ്ട് മുതലേ ശീലിപ്പിച്ചാണ്ട്. ഡോറക്കം 1 കണ്ട ഇരുന്നാണ്ടോ, അതവിടെ ഇടും. ഇപ്പോൾ 1 2 3 തരൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല. 1 2 ഇതെനിക്ക് ഈ പ്രാവശ്യം നീ എടുത്തു കൊണ്ടുവരണം. എല്ലാ പ്രാവശ്യം നീ എന്നെ പറ്റിക്കലാണ്. ഈ പ്രാവശ്യം നീ എനിക്ക് എടുത്തു കൊണ്ടുവരണം. 1 2 3 എടുത്തു കൊണ്ടത്തരുന്നില്ല. ഇങ്ങോട്ടാ കൊണ്ടാ തന്നെ ഇങ്ങനെ കൈമിലിട്ടോ, ഏട്ടൻ്റെ കൈമിൽ കൊണ്ടാ. അതിലെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു സ്നാക്സ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കൊണ്ട് തന്നായിരുന്നു. മുന്നേ പഠിപ്പിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അങ്ങോട്ടൊന്നും പോരുത്. വാ, പൂച്ചനെ വേക്കൊന്നും ഓടരുത്. വാ, ഞാൻ പോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു അംഗൻവാടിയാണ്. മുന്നേ ചെറിയൊരു രീതിയിലുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. പുതിയ പണിയൊക്കെ എടുത്ത് ഇപ്പം നാട്ടിലെ അംഗൻവാടി വരെ എല്ലാ രീതിയിലും ഹൈടെക് ആകാൻ പോവുകയാണ്. നാട്ടിലെ ഫുള്ള് വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് മതിലും. ഈ ഒരു അംഗൻവാടി പഴയ രീതിയിൽ നോക്കുമ്പോൾ ചെറിയൊരു സംഭവമായിരുന്നു. ഇപ്പം അത് നല്ല രീതിയിൽ റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല രീതിയിൽ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ പരിപാടികൾ ഇനിയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഇതാണ് ഇവളുടെ പ്രശ്നമല്ല, ഇവളെ പുറത്തിറക്കി കഴിഞ്ഞാലേ ഇവള് പിന്നെ അപ്പിയിടും എന്നുള്ളത് കണ്ടോ. ഇതങ്ങനെ കാണിക്കുന്നില്ലേ? ഓരാ, എനിക്ക് നാണോ ഇല്ലടി? നാണോ ഉണ്ട് എനിക്ക്? എന്താ
ഇവളെ പുറത്തിറക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവൾ അപ്പി വിടുന്നുള്ളതൊന്നുമില്ല. ഇവൾ കൂട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. ഞാനങ്ങനെ ഇറക്കൽ കുറവാണ്. ഞാനങ്ങനെ വീട്ടിലധികം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇറക്കൽ കുറവാണ്. മതി മതി മതി. ആറാൻ്റെ പറമ്പത്ത് പോയിട്ട് ഇതൊരു 1-1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി അതിൻ്റേതായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒക്കെ അവള് കാണിക്കും. അപ്പുറത്തെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്. എന്താ ബാ മോളെ ഇങ്ങ് ബാ, അധികം ദൂരം പോണ്ട, ബാ ഇങ്ങോട്ട് വാ. നിന്റെ ഏരിയ വെച്ച് കളിക്കുന്നുണ്ടല്ലേ നീ കാണറാ? അതിൻ്റെ ഏരിയ വെച്ച് അവിടെ കളിക്കുന്നു. അത് ആമ്പട്ടിയാണ് കേട്ടോ. പിടിക്കടാ, പിടി, നിന്റെ ഏരിയയിലുള്ള വാ, തിരിച്ചു വാ, തിരിച്ചോ ബാ. ഞാൻ പോക്കാന്നേ. ഇത് നമ്മളെ വീട്ടിൻ്റെ മുകളിലോട്ടേക്കുള്ളൊരു എന്താ പറയുക, കുന്നെന്നൊക്കെ പറയും. അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട്. അങ്ങോട്ടേക്ക് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ടുള്ള കയറ്റമുണ്ട്. നീ ലീശു ഇതൊന്നും ഇടാണ്ട് എങ്ങോട്ടാ പോകുന്നത്? ബാ. ഉണ്ടോ, അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ കേട്ടോ നമ്മുടെ നാട്. ഉണ്ടോ, ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ ഒക്കെ. ഇത് ഇതല്ല, ഇതിന് മുകളിലോട്ടേക്ക് കയറി കഴിഞ്ഞാലാണ് ശരിയായ വ്യൂ വരുന്നത് മുകളിലോട്ട്. അപ്പോൾ ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഡോറേനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങാറുണ്ട് ഇവിടെ. ഇല്ലടാ, ഇവിടെ കുട്ട, ഇവിടെ കുട്ട, ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. 1 2 3 പോണാ നമുക്ക് 1 2 3 പോയാലോ? 1 2 3 പോയാലോ? സിറ്റ് 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 സിറ്റ്. ആ ഗുഡ് ഗേൾ, നീ ആദ്യമായിട്ട് സിറ്റൊക്കെ കാണിച്ചാ. ഒരു ഷെയ്ക്കാനോട്ടെ, ഒരു ഷെയ്ക്കാനോട്ടെ, ഒരു ഷെയ്ക്കാനോട്ടെ. സിറ്റ് സിറ്റ് സിറ്റാക്കി ഒരു ഷെയ്ക്കാൻ തന്നെയാവും. സിറ്റ് സിറ്റ് സിറ്റ്. ഇല്ല, സിറ്റ് സിറ്റ് ഡോറ സിറ്റ്. ഗോ ഗുഡ് ഗേൾ. ഒരു ഷെയ്ക്കാൻ്റെ പരിപാടി, ഒരു ഷെയ്ക്കാൻ്റെ അടി, ഒരു ഷെയ്ക്കാണ്ടല്ല, ഒറ്റ ഷെയ്ക്കാൻ്റെ പറഞ്ഞ് ഒരു ഷെയ്ക്കാൻ്റെ അടി. ഒക്കെ ഇങ്ങനെ പുല്ല് നിന്ന് കാണാറുണ്ടാവും. പട്ടിയും പൂച്ചയും എല്ലാവരും പുല്ല് നിന്ന് കാണാറുണ്ട്. അവർ വയറ്റിലുള്ളൊരു വരേൻ്റെ ഒരു സംഭവത്തിലാണ് ഇങ്ങനെ ഈ ഒരു പുല്ല് തിന്നുന്നത് കേട്ടോ. ഇവളും ഇടക്കിടക്ക് തിന്നു. ഞാൻ ഇന്നലെ എല്ലാ മാസം അത്യാവശ്യം ഡീവോമിങ് ചെയ്യിക്കാറുണ്ട്. നല്ലൊരു കയറ്റാണ്. ഓളെ ഓടുന്ന ഓട്ടം നോക്കിയാ മോളെ, നോക്കണ്ട ഓട്ടം കണ്ട. ആ പുല്ല് തിന്ന്, നല്ലവണ്ണം തിന്ന്. എൻ്റെ പൈസ ലാവാക്കി തന്നി. ഇവളുടെ ഏകദേശം നമുക്ക് ഡീവോമിങ് ചെയ്യുന്ന ഒരു ഗുളികയ്ക്ക് തന്നെ ഏകദേശം 110 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അതിനെക്കാട്ടും നാച്ചുറൽ ആയിട്ടുള്ള സാധനം മോളെ തിന്നോ, എന്നാ തിന്നേ. ഞാൻ പറഞ്ഞ ഏരിയ ഉണ്ടോ, ഇതൊക്കെ ആദ്യം ഫുള്ള് കശുമാവും തോട്ടായിരുന്നു. അപ്പർ സൈഡ് ഇപ്പർ സൈഡൊക്കെ ഫുള്ള് കശുമാവും തോട്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കറുപ്പ് മനസ്സിലാകുന്നുണ്ടാവും. അത്രയ്ക്ക് നല്ല കുന്നാണിത്. കശുമാവും തോട്ടം ഫുള്ള് വെട്ടിത്തെളിച്ച് ഇവിടെ ഇപ്പം ഫുള്ള് ഫ്ലോട്ടുകളാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഫ്ലോട്ടാണ് കണ്ടോ. ഓരോരോ ഫ്ലോട്ടാക്കിയിട്ട് വെക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ല ഏരിയ ആണ്, നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് കണ്ടോ. 5-10 ഫ്ലോട്ടിനടുത്തുണ്ട് ഇവിടെ. ഇതൊക്കെ ഇനി 1 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ വീടുകൾ എത്രയോ വരും. അപ്പോൾ ഈ സ്ഥലമൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. ഈ വീഡിയോയിലെങ്കിലും കാണട്ടെ ഇങ്ങനെ ഇല്ലടാ. അപ്പം നമുക്കൊന്നും കൂടി നമുക്ക് 1 2 3 അടിക്കാം. വാ ഒന്നുകൂടി നമുക്ക് 1 2 3 കളിക്കാലോ. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സിറ്റാക്കാം 1 2 3 ആക്കാം നമുക്ക്. വാ ഇങ്ങോട്ട് വാ. ഏയ് ആ ചളി പോറാ, എനിക്ക് കുളിപ്പിക്കാൻ കഴിയല്ല മോളെ. ഇങ്ങ് വാ. 1 സിറ്റാക്ക് സിറ്റ്. എനിക്ക് ഇതൊക്കെ കല്ലെടുത്ത് കൈമ പിടിച്ചാൽ മാത്രം ഇവള് സിറ്റാവും. സിറ്റ് ഇല്ല. 1 2 3. അത് ഏറത്ര, അത് ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് അത്ര ഏറ് പോയിട്ടില്ല. വാ, നിന്റെ ഒന്ന് കഴിവൊന്ന് കാണിച്ചു കൊടുത്തവർക്ക് നമ്മളെ ഭാഷാരിക്ക് എന്തും ചെയ്യും. ബ്ലോഗിൻ്റെ ഡോറാപ്പി ഒന്ന് നിന്റെ കഴിവൊന്ന് കാണിച്ചു കൊടുക്കടി. 1 ഇത് എടുത്തു കൊണ്ട് തരുമെങ്കിൽ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നീ ഒന്ന് എടുത്തു കൊണ്ടെത്താക്ക്. നാണം കെടുത്തരുത് ഏട്ടാ, നാണം കെടുത്തരുത്. 1 2 3. അത് കിട്ടിയിട്ടുണ്ട്. തരുമോ? നല്ല മോളല്ലേ.
വേണ്ട വേണ്ട മതി, അവളെ കൊണ്ട് കളിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടുത്തെ ഈ ഒരു ഏരിയൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് വള്ളിത്തോട് കുന്നോത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ വള്ളിത്തോട് കുന്നോത്തുപറമ്പ്. ഞാൻ നിങ്ങളോട് കുറേ സമയമായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഇവിടെ വ്യൂ ഉണ്ടെന്ന് പറയലാണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടോ. ഇത് നമ്മളെ വള്ളിത്തോട് തന്നെയുള്ള കുന്നോത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു സ്ഥലമാണിത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കാണുന്നതൊക്കെ ടവേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു എനിക്ക് 1 2 3 4 ടവർ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഈ ഒരു സ്പോട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 4:30 ആ ഒരു ടൈമിലുള്ള വ്യൂ ആയത് കണ്ടോ. ഇതൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ഡോറ മോളെ എനിക്ക് തന്നെ പണി. പിന്നെ ഈ ഡോറേൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ ഇവളെ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ വൈഫ് തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് എനിക്ക് പട്ടിയോടുള്ളൊരു കമ്പം അറിയുന്നതുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വിടുവോ നീ എന്നാ? നോക്കിയാ നിന്റെ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നോക്കിയാ ഇങ്ങോട്ട് നോക്കി, നിന്റെ കഥയാണ് നമ്മളെ പ്രേക്ഷകർക്ക് നീ പറഞ്ഞു കൊടുക്കുന്നത്. നാളെ നീ സ്റ്റാറാവൂടി, നോക്ക്, നാളെ നീ സ്റ്റാറാവും. അപ്പൊ ഡോറേന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഡോറേനെ എനിക്ക് സമ്മാനിച്ചത് എൻ്റെ പിന്നെ വൈഫ് തന്നെയാണ്. എനിക്ക് പട്ടിയോടുള്ള അതിയായ കമ്പം കാരണം ഓൾ തന്നെ പറഞ്ഞ് എൻ്റെ ഒരു പിന്നെ ബർത്ത്ഡേ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടിട്ട് ഇവിടെ നല്ല പരിചയമാണ്, ഗോൾഡൻ റിട്രീവർ. അപ്പോൾ അതിൻ്റെ ഷേപ്പിലേക്കൊന്നും അധികം എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ കളികളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കുരുത്തക്കേടും എല്ലാ സംഭവം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ റിട്രീവറിനെ കുറിച്ച് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കാണും ചില ആൾക്കാർക്കൊക്കെ ഇതിനെ കാണുമ്പോൾ പേടിയാവും. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൂളായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ഒരു നെറ്റിയിൽ കൈവച്ച് തലോടാൻ പറ്റുന്നൊരു പട്ടി. അതെൻ്റെ അറിവിൽ ഞാൻ പോറ്റിയോണ്ട് ഇവിടെ തന്നെയുള്ളൂ ഗോൾഡൻ റിട്രീവറിനെ. അതിനെന്ത് നിങ്ങൾ എങ്ങനെ തലോടിയാലോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് നിങ്ങളെ ഉപദ്രവിക്കാൻ അങ്ങനെ കൂടുതൽ വരില്ല. ചില ബ്രീഡുകളുണ്ട്, ചില പട്ടികളുണ്ടാവും, അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഓണർമാർ വളർത്തുന്ന പോലെ ഇരിക്കും. ഓരോരോ ഓണർമാർ എങ്ങനെ അതിനെ വളർത്തുന്നു എന്നുള്ള പോലെ ഇരിക്കും അതിൻ്റെ സ്വഭാവം. അതും മെയിനായിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ എപ്പോഴും ഇവളെ നാട്ടുകാരുമായിട്ട് മിങ്കിളാക്കിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അധികം അങ്ങനെ കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ്. എല്ലാ കുട്ടികളെ കണ്ടാലും അധികം വലിയ രീതിയിൽ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വളർത്തിയിട്ടുള്ളത്. അപ്പം ഈ ഒരു റോഡ് എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസം ഉദ്ഘാടനമായിട്ടാണ് കേട്ടോ. സണ്ണി ജോസഫ് MLA ആണ് ഉദ്ഘാടനം കഴിച്ചത്. വള്ളിത്തോട് കുന്നോത്തുപറമ്പ് മലവെട്ട് റോഡാണ് കണ്ടോ. വാ ഇങ്ങോട്ട് വാ നമുക്ക് പോവാ. ഞാൻ പോട്ടെ അപ്പൊ നമുക്ക് പോകാം. അപ്പൊ നമുക്ക് നമ്മളെ പ്രേക്ഷകരോട് എനിക്കെന്നാ പറയാനുള്ള, ഇങ്ങോട്ട് പറയാനുള്ള എന്നെ പറഞ്ഞു കൊടുക്ക്. എല്ലാം പറയാനുണ്ടാ? നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാന്ന് പറ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ വെച്ച് കാണാന്ന് പറ. അപ്പോൾ ഗൈസ് നമ്മൾ മയക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനൊന്ന് എവിടത്തേക്കെങ്കിലും എറിഞ്ഞിട്ട് ഞാൻ ഒളിച്ച് വെച്ചിട്ടാണ് ഞാൻ എറിയുന്നത്. അങ്ങ് നേരെ അങ്ങോട്ട് താഴോട്ടേക്കല്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് എറിയുന്നത്. ദിശ മാറിപ്പോരുത്, പ്രത്യേകം പറയുന്നത്. അങ്ങ് താഴോട്ടേക്ക് ഓടരുത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടുന്നത്. തിരിച്ച് തലതിരിച്ച് ഓടരുത്. ഒന്നുകൂടി പറയാം. 1 2 പോന്നാണ്ടോ, പൊട്ടം പോന്നാണ്ടാ. എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് ബാ. ഇങ്ങോട്ട് ഞാൻ എന്നാ പറഞ്ഞേ, തല തിരിഞ്ഞു പോകരുത്, നേരെ വഴിക്ക് പോ. 1 ഞാൻ ഇന്ന് മെല്ലെ ഇട്ട് ആദ്യം കാണിച്ചുതരാം. അങ്ങോട്ടേക്ക് കയറി കേട്ടോ. 1 2 3 പോന്ന പോക്കണ്ടോ. പൊട്ടം കളിക്കുന്നുണ്ട് ഡോറ. ഗൈസ് അങ്ങനെ ഞാനൊരു മരത്തിൻ്റെ ബേക്കിൽ ഒളിച്ചു നിന്നിട്ടുണ്ട്. സൗണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ കേൾക്കും, അതുകൊണ്ട് സൗണ്ടൊന്നും എടുക്കുന്നില്ല. അവിടെ നിന്ന് ഇപ്പം എന്നെ തപ്പുന്നുണ്ടാവും. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒളിച്ചേക്കുന്നത്. ഒളിപ്പാടുന്ന തന്നെ തപ്പുന്നുണ്ടോ? നോക്കിയാ വരുന്നുണ്ട്. എന്നെ കണ്ടു തോന്നുന്നു.
മുകളിൽ കുന്നുമലൊക്കെ പോകുന്നുണ്ടേ. കണ്ടോ കണ്ടോ. ഇതെന്നെ തപ്പാൻ വേണ്ടി മാത്രം പോയതാ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പറഞ്ഞാൽ ഒച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇങ്ങോട്ട് വരും. പോയാ അതാ പോന്നു. എൻ്റെ മോനെ വൈദ്യുതി പോകുന്ന പോക്കും കുറെ ഐഡിയ പോയത്. അതാ എല്ലാത്തിനും ചുറ്റി ചുറ്റി കറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുവേ. നോക്കോ അതാ കണ്ട് 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 ഇല്ല കണ്ടിട്ടില്ല 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 കണ്ടിട്ടില്ല. അതാ കണ്ട് 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 ഇല്ല കണ്ടിട്ടില്ല. നൈസ്. നിങ്ങൾ പറയും ഇനി ഒളിപ്പിക്കണം അവളെ? ഇനി ഞാൻ ഒളിച്ച് വെക്കണോ? ഞാൻ ഒന്ന് ഇവിടുന്ന് എണീക്കാനേ പോകുന്നില്ല. പക്ഷേ അവൾ തപ്പി തപ്പി എൻ്റെ അടുത്ത് തന്നെ വരും. നോക്കോ അത് ഞാൻ പറയാം. പിന്നെയും പോകുന്നുണ്ടോ? കണ്ടു കണ്ടു എന്നെ കണ്ടു 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 കണ്ടേ ഇല്ലേ? കണ്ട് കണ്ട് ആരും തുള്ളിയ കാലോടി അത്ര ദൂരത്ത് വന്നിട്ട് പൊട്ടക്ക് വന്നിട്ടാ മടുത്ത്. ഇതാണ് പട്ടിയുടെ സ്നേഹം കേട്ടോ. നമ്മളെ കണ്ടെത്തുന്നവരെ ഓള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും.